നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. 10 വർഷം ഇവിടെ ഭരിച്ച ആ മുഖ്യമന്ത്രിയെ വിമർശിച്ച് അദ്ദേഹത്തെ ഇനി വിളിക്കാനൊന്നുമില്ല, ഇനി ഉപയോഗിക്കാൻ പദങ്ങളൊന്നുമില്ല. ആ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ ആക്ഷേപിച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ എന്നതിന് എന്റെ ചാനലിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, വിമർശിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആക്ഷേപിച്ചുകൊണ്ട് കള്ളനെന്നും തെമ്മാടിയെന്നും അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞിട്ട് ചെയ്ത ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അതൊന്നും പറയാൻ പാടില്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. ഒരാളെ വിമർശിക്കാം, അവരുടെ ഭരണത്തെ വിമർശിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് അത്തരത്തിലൊക്കെ ആക്ഷേപിച്ചിട്ടും വിമർശിച്ചിട്ടും അവർക്കെതിരെ, ആ പറയുന്ന ആൾക്കാർക്കെതിരെ ഒരു കേസ് എടുത്തിട്ടില്ല. ചില സന്ദർഭങ്ങളിൽ ചിലർക്കെതിരെ ചില കേസുകൾ വന്നപ്പോൾ അതൊരു ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. കാര്യം ശരി തന്നെയാണ്. പക്ഷെ വിമർശിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആരുടെയും പേരിൽ കേസെടുക്കുകയോ അവരുടെ മൊബൈൽ പിടിച്ചു വെക്കുകയോ ചെയ്തിട്ട് ഒരു സംഭവം എൻ്റെ കയ്യിലില്ല. അതാ ഞാൻ പറയുന്നത്. ഒരു സാധാരണക്കാരൻ സഖാവ് പിണറായിയെ വിമർശിച്ചു എന്ന കാരണത്താൽ അത്തരത്തിലുള്ള കേസ് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കുറച്ച് കാര്യമായിട്ട് അവരുടെ ഭരണത്തിലും മറ്റു കാര്യങ്ങളും സ്വാധീനിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസെടുത്തിട്ടുണ്ടാകാം, ഒരു പ്രതിരോധം എന്നാലും ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ വി ഡി സതീശൻ സർക്കാർ ചെയ്യുന്ന പരിപാടി ഒന്ന് അനങ്ങാൻ പറ്റൂല, തൊട്ട് കഴിഞ്ഞാൽ കേസെടുക്കുക, സാധാരണക്കാരായ ആൾക്കാരെ മുഴുവൻ കേസിൽ കൊടുക്കുക, അല്ലെങ്കിൽ അവന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് അവന്റെ ജീവിതം കുളമാക്കുക. ഇന്നത്തെ കാലത്ത് അറിയാലോ, ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അതിലാണ് അവന്റെ പൈസ, ബാങ്ക് ഇടപാട് മുഴുവൻ അതിലാണ്. ഗൂഗിൾ പേ ഫോൺ പേ ഇല്ലെങ്കിൽ പരിപാടി നടക്കൂല. അതുപോലെ തന്നെ അവന് തൊഴിൽ വരുന്നത്, അവന് ആൾക്കാരെ വിളിക്കേണ്ടത്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എല്ലാം. പണ്ടത്തെ പോലെ ഒരു കീപാഡ് ഫോണിന്റെ ആവശ്യമല്ല ഇന്നത്തെ ഒരു ഫോൺ എന്ന് പറയുന്നത്. അവന്റെ ജീവിതമാണ്, ശരീരത്തിന്റെ ഒരു അവയവമായിട്ടാണ് ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. ഇവിടെ വി ഡി സതീശൻ സർക്കാരിനെ വിമർശിച്ചു എന്നൊരൊറ്റ കാരണമുണ്ട്. സർക്കാരിന്റെ ഇന്നത്തെ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ അവർ അനുഭവിക്കുന്ന അനുഭവം പറഞ്ഞതാണ്. ആ അനുഭവം പറഞ്ഞു എന്നതിന്റെ പുറത്ത് ഒരു യുവാവിന്റെ, അഹമ്മദ് കബീർ എന്ന് പറയുന്ന ഒരു യുവാവിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ട് ഇതുവരെ വിട്ടുകൊടുത്തില്ല എന്നാ പറയുന്നത്. അഹമ്മദ് കബീർ പറഞ്ഞ് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. എൻ്റെ പൊന്നു സാറേ, ഞാനൊരു സാധാരണക്കാരൻ. എനിക്ക് 3 ചെറിയ മക്കളാണ്. ആ മക്കൾ ഉറങ്ങുക എന്നുള്ളത് ഏതൊരു രക്ഷിതാക്കളുടെ ഒരു ഇതാണല്ലോ. അപ്പോൾ ഒരു 10:30 ഒരു 10:15 കറണ്ട് പോയി, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ വന്നു. 2:30 പോയിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് വന്നു. അപ്പോൾ അത്ര സാഹചര്യത്തിൽ കുട്ടികൾ ഉറങ്ങത്തില്ല. കാരണം ഒന്നാമത് എൻ്റെ വീടെന്ന് പറയുന്നത് തോടിൻ്റെ സൈഡിലാണ്, കൊതുകിൻ്റെ ശല്യം അസഹ്യനും. ആ സാഹചര്യത്തിൽ എൻ്റെ കയ്യിലിരുന്ന ഒരു ഇപ്പം വാങ്ങിച്ചാണ് പോർട്ടബിൾ ഒരു ചാർജബിൾ ഒരു ഫാനുണ്ട്, അത് വെച്ച് ഉറക്കുന്നൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിരന്തരം കറണ്ട് പോകുന്നു, മുമ്പൊന്നും ഇല്ലാത്ത തരത്തിൽ ഇപ്പോൾ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളൊരു കണ്ടൻറ്റാണ്. പിന്നെ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇന്ന് എത്രാമത്തെ തവണയാണ് ഈ കറണ്ട് പോകുന്നത് എന്നാണ് പൂക്കി എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണ് കേസ് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. കേസിൻ്റെ ആധാരം എന്താണെന്ന് ഇതുവരെ എനിക്കറിയത്തില്ല, സത്യാവസ്ഥ പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കേസ് ആകാൻ സാധ്യതയില്ല, നിങ്ങളുടെ മൊബൈലൊക്കെ പരിശോധിച്ചപ്പോൾ അതിനകത്ത് യാതൊരുവിധ കണ്ടൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കൂ, കബീർ പറയുന്നതിൽ കാര്യമില്ലേ? ഇത് നമ്മളൊക്കെ അനുഭവിക്കുന്നതല്ലേ. നമ്മുടെ വീടും നമ്മുടെ പരിസരവും ഈ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ കാട് പിടിക്കും, കൊതുക് വളരും. ഇനി തോടോ പാടമോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊതുകിന്റെ അളവ് കൂടും, സ്വാഭാവികം. അപ്പൊ ആ സന്ദർഭങ്ങളിൽ പണ്ടത്തെ കാലമല്ല ഇപ്പോ. ഒരു 6 മണി കഴിഞ്ഞാൽ നമ്മളെ എടുത്തുകൊണ്ട് പറന്നു പോകുന്ന കൊതുകുകളുള്ളൊരു കാലം. മാത്രമല്ല ഇപ്പോഴത്തെ അസുഖത്തിന്റെ കാലം നമുക്കറിയാലോ. ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ കൊതുകടി കൊള്ളാതെ ഉറക്കണം, അല്ലെങ്കിൽ ഓരോന്ന് മര്യാദയ്ക്കൊന്ന് ഉറങ്ങണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമല്ലേ? കാശ് കൊടുത്തിട്ടില്ലേ കറണ്ട് വാങ്ങണത്? നമുക്കത് എത്തിച്ചു തരേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനല്ലേ, നമ്മുടെ സർക്കാരിനല്ലേ? അപ്പോ കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചിട്ടുള്ള ആ CPM സർക്കാർ, അതായത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ എത്ര അഴിമതി നടത്തിയെന്ന് പറഞ്ഞാലും, എത്ര കട്ടു എന്ന് പറഞ്ഞാലും, ഇനി ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഇവിടെ എത്ര കൊള്ള പൈസ നമ്മളൊന്ന് വാങ്ങിയിരുന്നാലും വൈദ്യുതി മുടക്കിയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വാസ്തവല്ലേ? ഈ സർക്കാർ അധികാരത്തിലേറിയ ഉടനെ, അതായത് പിണറായി സർക്കാരിന്റെ സകല കൊള്ളരുതായ്മകളെയും തിരുത്താൻ വേണ്ടി വന്ന സർക്കാർ ഇത്. ആ കൊള്ളരുതായ്മകളെ തിരുത്താൻ വന്ന വി ഡി സതീശൻ സർക്കാർ ഇവിടെ ആദ്യം ചെയ്തത് എന്താ? പവർ കട്ട് ഏർപ്പെടുത്താം. ആ പവർ കട്ട് ഏർപ്പെടുത്തുന്നതിനെതിരെ, അതായത് വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങളെ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞവരാണ് കബീറിന്റെ മൊബൈൽ ഫോൺ പിടിച്ചോണ്ട് പോയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നോക്കൂ, ഇത് എന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യമാണ്. പള്ളിപ്പറമ്പാണ് നിങ്ങൾ കാണുന്നത്. മുഴുവൻ കാടാണ് ഈ പ്രദേശം. ഈ അടുത്ത് കഴിഞ്ഞ ദിവസം തെങ്ങിന്റെ തടം വെട്ടുന്നതിന് തൊട്ട് മുമ്പ് അവിടെ കാട് വെട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. മാത്രമല്ല തേങ്ങ ഇടുന്ന സമയത്ത് ഇവിടെ നിന്ന് കാടൊന്ന് വെട്ടും. നല്ല കാടാണ്. നോക്ക്, നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് മറ്റൊരാളുടെ ഒരു വ്യക്തിയുടെ പറമ്പാണ്. അവിടെയും നിറച്ച് കാടാണ്, മുഴുവൻ കാട്. നേരെ ഒരു തോടുമുണ്ട്. ഈ തോട്ടിൽ എപ്പോഴും വെള്ളമില്ല. മഴ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെള്ളം നിൽക്കുന്നൊരവസ്ഥയാണ്.
ഈ കാണുന്നത് വീടിന്റെ മുറ്റത്തോട് ചാരിയുള്ള പള്ളിയുടെ തൊടുവാണ്. പള്ളിത്തൊടുവിൽ നമുക്ക് കാട് പിടിച്ച് അവിടെ കിടക്കുന്നുണ്ട്, കൊതുകുണ്ട്. ഈ ഒരു പശ്ചാത്തലമാണ് എല്ലാവരുടെ വീടും എന്ന് പറയുന്നത്. മുഴുവൻ ആൾക്കാരുടെയും വീട് ഇതുപോലെ തന്നെയാ. നോക്കൂ, ഇങ്ങനെ ചുറ്റും കാടും പടവും എല്ലാം ഉണ്ടാവും. ഇതിലൊക്കെ കൊതുക് നല്ലവണ്ണം കൊതുക് വളരുന്നുണ്ടാവും. അപ്പൊ ഈ കൊതുകുകൾ വളരുമ്പോ ഈ കൊതുക് കടി കൊണ്ടാണ് നമ്മളെല്ലാം ഉറങ്ങുന്നത് എന്നാണ്. നിങ്ങൾ കാണുന്നത് പിന്റെ വീടാണ്, ഞാൻ താമസിക്കുന്ന വീടാണ് നിങ്ങൾ കാണുന്നത്. ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാലോ, അവര് കൊതുകടി കൊണ്ടാണ് കിടന്ന് ഉറങ്ങേണ്ട സാഹചര്യം വരുന്നത്. ഉറങ്ങാൻ പറ്റൂലെന്നേ. അവർക്ക് കുട്ടികളുണ്ടാവും, ചെറിയ മക്കളുണ്ടാവും, സ്വാഭാവികമായിട്ടും അവർക്കൊന്ന് ഫാൻ ഇട്ട് കൊടുക്കേണ്ടി വരും, മറ്റെല്ലാം ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു അവസരത്തിൽ നമ്മൾക്ക് വൈദ്യുതി വേണ്ടി വരും. വൈദ്യുതി മുടങ്ങുന്നത് പ്രയാസമാണ്. എന്നാൽ ആ പീക്ക് ടൈമിൽ വൈദ്യുതി മുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ വിമർശിക്കുമ്പോൾ ആ ആളുടെ മൊബൈൽ ഫോൺ പിടിച്ചു പറിച്ചെടുത്ത് അയാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയാണോ? ഇനി നമുക്ക് കബീറിലേക്ക് വന്ന് മടങ്ങിവരാം. ആലപ്പുഴയിലെ ലജ്നാത്ത് വാർഡ് സ്വദേശിയാണ് ഈ അഹമ്മദ് കബീർ എന്ന യുവാവ്. ഒരു സാധാരണ പാവപ്പെട്ട മനുഷ്യനാണ്. 3 ചെറിയ കുട്ടികളുടെ പിതാവ്. രാത്രിയിൽ വൈദ്യുതി ഇങ്ങനെ സ്ഥിരമായി മുടങ്ങുക. പവർ കട്ടോ പവർ കട്ടതോ എന്തോ ആയിക്കോട്ടെ, ഏതായാലും ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. കൊതുകുകൾ കടിക്കുമ്പോൾ കുട്ടികൾ ഉറങ്ങാതെ ഞെട്ടി ഉണർന്ന് കരയും, നിലവിളിക്കും. സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് അതിന്റെ വിഷമവും മറ്റു കാര്യങ്ങളുണ്ടാവും. അവർക്ക് പ്രതികരിക്കാൻ ഇന്ന് സോഷ്യൽ മീഡിയ എന്നൊരു മീഡിയ ഉണ്ട്. അതുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്റെ പൊന്നു സാറേ, ഞാനൊരു സാധാരണക്കാരനാണ്, പാറുക്കെട്ട് തുടരുന്നുണ്ട്, കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന ലളിതമായ ഒരു പരാതി. അതിൽ പൂക്കി എന്നൊരു വാക്ക്, പൂക്കി മുഖ്യമന്ത്രി എന്നൊരു വാക്ക് ഉപയോഗിച്ചു എന്നതാണ് കുറ്റമെന്ന് തോന്നുന്നു. അതിനാണ് ആലപ്പുഴ സൗത്ത് പോലീസ് അഹമ്മദ് കബീറിന്റെ ഫോണ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയത്. ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണത്രേ ഇങ്ങനെ ഇയാളുടെ മൊബൈൽ എടുത്തുകൊണ്ട് പോയത്. പോലീസ് ഫോണ് നന്നായിട്ട് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു അസഭ്യമോ അല്ലെങ്കിൽ അപകടകരമോ ആയിട്ടുള്ള യാതൊന്നും കണ്ടില്ല. പക്ഷെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അതിനകത്ത് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഫോൺ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. ഒരു സാധാരണക്കാരന്റെ ജീവിതം തകർക്കാൻ ഈ ഒരൊറ്റ സംഭവം പോരെ? കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി മുടക്കം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അന്ന് പിണറായിയെയും അതുപോലെ സർക്കാരിനെയും ഒക്കെ നഖശികാന്തം വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ നിറയെ പോസ്റ്റുകൾ ഇട്ടേക്കായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇട്ടുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ കോൺഗ്രസ്സുകാരുമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമായാലും അതൊക്കെ വ്യക്തിപരമായ കാര്യം പോട്ടെ, അതിനെ വിമർശിച്ചെന്ന് പറയാം. പക്ഷെ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ പിണറായിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് എത്ര വിമർശനാത്മക ആക്ഷേപ പോസ്റ്റുകൾ ഇട്ടു. എന്നാൽ അതിനൊക്കെ മറ്റ് അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭരണത്തിനോ പാർട്ടിക്കോ എതിരായി പറയുന്ന എന്തെങ്കിലും ചാനലുകൾക്കോ മറ്റോ അല്ലാതെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു മുഖ്യമന്ത്രിയെ വിമർശിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ ഒരു കേസെടുത്തായിട്ട് കേട്ട് കഴിയുകയുമില്ല. അതായത് ഈ അക്ബറിന് അന്നായിരുന്നു ഈ അക്ബർ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് വരില്ല എന്നർത്ഥം. പ്രാദേശികമായിട്ട് ആരും ചിലപ്പോൾ എന്തെങ്കിലും ചീത്ത പറയും, ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമായിരിക്കും. അല്ലാതെ കേസെടുത്ത് അയാളെ പൂട്ടാണെന്നും അന്നാരും നോക്കിയിരുന്നില്ല. പക്ഷെ ഈ സർക്കാർ വന്ന ശേഷം വൈദ്യുതി മുടക്കം പതിവല്ല ഇപ്പോൾ. അതിന് വിമർശിച്ചാൽ എന്തിനാ കേസെടുക്കുന്നത്? അതിന് വിമർശിക്കുമ്പോൾ തന്നെ ഈ ഫോൺ പിടിച്ചെടുത്തോണ്ട് പോകുന്നത്. ഇത് ജനാധിപത്യമാണോ? ഭരണം മാറിയപ്പോ നമുക്കറിയാമല്ലോ, ഈ പൂക്കി മുഖ്യമന്ത്രി എന്നുള്ള ഒരു പ്രയോഗം ആഘോഷിച്ചത് വി ഡി സതീശനെ നന്നായിട്ട് ആഘോഷിച്ചല്ലേ. അദ്ദേഹം മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇരുന്ന് എന്തോ ഒരു ചോദ്യം വന്ന സമയത്ത് ഒരാക്കാക്കിയപ്പോ പൂക്കിയ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ അയാൾ തന്നെ പൂക്കിയ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നത്. അതായത് ആ വാക്ക് ശരിക്കും ഒരു അഭിമാനം പോലെ എടുത്തു വെച്ച് പ്രയോഗിച്ചിട്ട് ഇന്ന് വൈദ്യുതി കട്ടു അല്ലെങ്കിൽ വൈദ്യുതി കിട്ടാതായി എന്ന് പറയുന്ന സ്ഥലത്ത് ആ പൂക്കിയെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് അപമാനമാകുന്നത്? അതിന്റെ ലോജിക്ക് എന്താണ്? പാവപ്പെട്ടവനായിട്ടുള്ള അഹമ്മദ് കബീറിനെതിരെ ഇങ്ങനെ ഇറങ്ങുന്നത് അയാളൊരു സാധാരണക്കാരനായതുകൊണ്ടല്ലേ? വല്ല ധനികനോ കാശുള്ള ഏതെങ്കിലും ഒരുത്തനോ അല്ലെങ്കിൽ പാർട്ടി കുറച്ച് നേതാവോ ഇനി അതല്ലെങ്കിൽ കുറച്ച് സ്വാധീനമുള്ള ആരെങ്കിലും ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യോ? ഒരു സാധാരണ മനുഷ്യന്റെ കുട്ടികളുടെ ഉറക്കം തകർക്കുന്ന വൈദ്യുതി മുടക്കത്തിനെതിരെ അയാൾ ശബ്ദമുയർത്തിയപ്പോൾ ഫോൺ പിടിച്ചെടുക്കുന്ന ഒരു ഭരണം. ഇത് ജനാധിപത്യമല്ല, ഭയത്തിന്റെ ഭരണമാണ്. ഭയപ്പെടുത്തിക്കൊണ്ട് അടിമയാക്കി കുറെ അടിമകളെ സൃഷ്ടിക്കാനുള്ള ഒരു ഭരണമാണ്. അഹമ്മദ് കബീറിന്റെ ഫോണ് തിരികെ നൽകണം. പാവപ്പെട്ടവരുടെ ശബ്ദം എന്ന് പറയുന്നത് അത് അടച്ചു വെക്കാനുള്ളതല്ല. അവർക്ക് സംസാരിക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അവർക്ക് വേണ്ടിയാണ് വി ഡി സതീശനൊക്കെ അടക്കമുള്ള മുഴുവൻ പേരും ഇന്ന് ഭരണത്തിലേറിയിരിക്കുന്നത്. പിണറായി അത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല. പിണറായി കടക്കണിയിലാക്കുന്നു. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടി കയറിയ ആളല്ലേ ഈ വി ഡി സതീശനും ടീമും എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ ആ നിലയിൽ തന്നെ കണ്ടുകൊണ്ട് പരിഗണിക്കണം. അല്ലാതെ അതിനെതിരെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ
അവരെ പിടിച്ച് തുറുങ്കിലടയ്ക്കാനോ അല്ലെങ്കിൽ അവരെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാനോ അവരുടെ ജീവിതം കോഞ്ഞാട്ടയാക്കാനോ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരു നല്ല ഒരു രീതിയായിട്ട് തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിലൊന്ന് ഉണരണം. വൈദ്യുതി മുടക്കം ഈ പതിവാകുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പോലും അവകാശമില്ല എന്നുണ്ടെങ്കിൽ നാളെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.